നമസ്കാരം. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രശാന്ത് IASനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ഏകദേശം കുറെ മാസങ്ങളായി ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കളക്ടറുമായിരുന്ന തമ്മിൽ പ്രശാന്ത് ഒരു വലിയ രീതിയിലൊരു പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം സർക്കാർ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഹിയറിംഗിന് വേണ്ടി വിളിക്കുന്നു. അപ്പോൾ മുൻ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനെ എത്തുന്നതിന് മുന്നേ പ്രശാന്ത് കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് നമ്മൾ തമ്മിലുള്ള ഹിയറിംഗ് എന്താണ്, അത് ജനങ്ങൾ അറിയണം, 4 ആൾ അറിയണം. അതിനുവേണ്ടി ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണം. കാരണം ഞാൻ എന്താണോ പറയുന്നത് ജനങ്ങൾ അത് നേരിട്ട് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് വ്യാഖ്യാനിച്ചായിരിക്കും അത് പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ പത്രക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് പറ്റില്ല, എനിക്ക് നിങ്ങളെന്ന് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ എന്താണോ ഞാൻ പറയുന്നത് അത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നാണ് പ്രശാന്ത് ആദ്യം തന്നെ മുൻ ചീഫ് സെക്രട്ടറി ആയ ശാരദാ മുരളീധരനോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഒടുവിൽ പ്രശാന്ത് ഹിയറിംഗിന് വേണ്ടി എത്തുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും തന്നെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയ ജ്യോതി തിലക് അദ്ദേഹത്തിന്റെ കാലാവധി ഇനി 1 വർഷം കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നിൽക്കുന്നത് വരെ പ്രശാന്ത് സർവീസിലേക്ക് തിരിച്ച് കയറരുത് എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരിനുമുണ്ട്. അതോടൊപ്പം തന്നെ ജ്യോതി തിലകനും ഉണ്ട്. അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ IASനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ പ്രശാന്തിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സിവിൽ സർവീസ് ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ ഒരു IAS അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കണം. കൂടിപ്പോയാൽ 6 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കണം എന്നതാണ് സർവീസ് ചട്ടത്തിന്റെ റൂള്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സസ്പെൻഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം, അല്ലെങ്കിൽ മറ്റ് കോടതികളെയും ട്രിബ്യൂണലിനെയൊക്കെ സമീപിക്കാം എന്നൊരു കാരണമുണ്ട്. അപ്പോൾ പ്രശാന്ത് അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പ്രശാന്തിനെതിരെ ഒരു ഈ സസ്പെൻഷൻ നീട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെയൊക്കെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരു അന്വേഷണം എന്ന ഒരു വെറുതെ ഒരു തമാശ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അന്വേഷണം ഉത്തരവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നിപ്പോൾ പുറത്തിറങ്ങിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രോയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ആണ് പ്രസന്റിംഗ് ഓഫീസർ. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത 9 മാസങ്ങൾക്ക് ശേഷമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. നവംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ഇതോടെ അന്വേഷണം തീരുവരെ പ്രശാന്തിനെ പുറത്തു നിർത്താൻ കഴിയുമെന്നതാണ് ഈ നീക്കത്തിലൂടെ ഇപ്പോൾ ഉണ്ടാവുന്നത്. അതിനിടെ പ്രശാന്ത് തെളിവുകൾ നൽകിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയതിലക്, വ്യവസായ വകുപ്പ് ഡയറക്ടറായ K. ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് പ്രശാന്ത് അധിക്ഷേപം നടത്തിയത്. ഇവർ വ്യാജരേഖ ചമച്ചു എന്ന ഗുരുതര ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ പ്രശാന്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 2 തവണ കൂടി സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു. ഇതിനൊടുവിലാണ് പ്രശാന്തിനെതിരെ സർക്കാർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നേരത്തെ പ്രശാന്തിനെതിരെ സർക്കാർ ചാർജ് മെമ്മോ നൽകിയിരുന്നു. ഇതിന് പ്രശാന്ത് നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത്. പ്രശാന്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഉത്തരവിലുണ്ട്. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിൽ പറയുന്നുണ്ട്. മെമ്മോയിലെ കുറ്റങ്ങൾ എല്ലാം നിഷേധിച്ചുവെന്നും ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും സർക്കാർ പറയുന്നു. അതേസമയം സർക്കാർ നടപടിയിൽ നിരവധി പാകപ്പിഴവുകളുണ്ട്. പ്രശാന്തിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയാണ്. എന്നാൽ അന്വേഷണം നടത്തുന്നത് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. എന്നാൽ പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് 9 മാസത്തിന് ശേഷം. ഇതിനിടയിൽ 3 തവണ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു. സസ്പെൻഷൻ വീണ്ടും നീട്ടാനാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ചീഫ് സെക്രട്ടറി ആയ ജയതിലക് അടുത്ത ജൂണിൽ വിരമിക്കും. അതുവരെ പ്രശാന്തിനെ സർവീസിൽ കയറ്റാതിരിക്കാനാണ് നീക്കം. അതിനുവേണ്ടിയാണ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരായ കൂടുതൽ തെളിവുകൾ പ്രശാന്ത് പുറത്തുവിട്ടിരുന്നു. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഇന്നലെ തന്നെ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. 2025 ഏപ്രിൽ 23 ചേർന്ന സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് ആണ് പുറത്തുവിട്ടത്. ജയതിലക് ഇടപെട്ട് സസ്പെൻഷൻ വീണ്ടും നീട്ടിയെന്നാണ് പ്രശാന്തിന്റെ ആരോപണം. അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ എന്നിവരാണ് കമ്മിറ്റിയിലുണ്ടായത്. വിഷയത്തിൽ പ്രശാന്ത് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും ഇത് പരിഗണിച്ച് സസ്പെൻഷൻ ഒഴിവാക്കാൻ ശുപാർശ ചെയ്യാൻ കമ്മിറ്റി തീരുമാനിച്ചുവെന്നാണ് മിനിറ്റ്സിൽ പറയുന്നത്. എന്നാൽ ശാരദാ മുരളീധരൻ ഒഴിഞ്ഞ് ജയതിലക് ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം വീണ്ടും ചട്ടവിരുദ്ധമായി കമ്മിറ്റി ചേർന്ന് സസ്പെൻഷൻ നീട്ടാൻ തീരുമാനമെടുത്തു. പ്രശാന്തിന്റെ ആരോപണം ഉന്നയിച്ചത് ജയതിലകിനെതിരെ ആയതിനാൽ റിവ്യൂ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിക്ക് പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രോയെ സർക്കാർ ഉൾപ്പെടുത്തി.
എന്നാൽ പുതിയ അംഗത്തെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് രണ്ടംഗ കമ്മിറ്റി വിളിച്ചു ചേർത്ത നിർദ്ദേശം നൽകാൻ വിശ്വനാഥ് സിൻഹ ചുമതലപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് മെയ് 3 ഫയൽ നോട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തുടർന്ന് രണ്ടംഗ കമ്മിറ്റി ശുപാർശ പ്രകാരം മെയ് 7 പ്രശാന്തിന്റെ 6 മാസത്തെ സസ്പെൻഷൻ 180 ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ചീഫ് സെക്രട്ടറി ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മുതിർന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്ന നിയമം അട്ടിമറിച്ചാണ് രണ്ടംഗ സമിതി കൂടി ഒരു തീരുമാനമെടുത്തെന്ന ആക്ഷേപം വരുന്നുണ്ട്. ഇതിനിടെയാണ് സസ്പെൻഷൻ നീട്ടാൻ വേണ്ടി ഒരു പ്രഖ്യാപനമുണ്ടത്. എന്തായാലും പ്രശാന്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാം, ഹൈക്കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ 3 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം ഒന്നും തന്നെ വലിയ രീതിയിൽ പോകാനുള്ള കാര്യവുമില്ല. കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.